ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് വന്നത് ഒരു മൈൻക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ സർവൈവൽ സീരീസാണ് ഇന്ന് കളിക്കാൻ പോകുന്നത്. നമുക്ക് പേരൊരു 665 എന്ന് കൊടുക്കാം. വേൾഡിൻ്റെ നെയിം നമ്മൾ വെറുതെ റാൻഡമായിട്ട് അടിച്ചിട്ടാണ്. അതുപോലെ നമ്മൾ സീഡ് റാൻഡം സീഡിലാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ക്രിയേറ്റ് കൊടുക്കാം. റാൻഡം സീഡാണ്. ഞാൻ ഏത് സീഡാന്ന് ഞാൻ അടുത്ത വരുന്നതിലൊക്കെ സീരീസിലൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഇവിടെയാണ് സ്പോണായത്. നമ്മൾ എവിടെ മൈൻക്രാഫ്റ്റ് സ്പോണായാലും ഫസ്റ്റ് തന്നെ നമുക്ക് വുഡ് അത്യാവശ്യമാണ്. അപ്പോൾ വുഡ് വെച്ചിട്ട് വേണം നമുക്ക് അടിസ്ഥാനമായിട്ട് പല കാര്യങ്ങളും ഉണ്ടാക്കുക. വുഡ് വെച്ചിട്ടാണ് ക്രാഫ്റ്റിംഗ് ടേബിൾ അടക്കം പല കാര്യങ്ങളും നമ്മൾ വുഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ കുറച്ച് വുഡ് കളക്ട് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് വുഡൊക്കെ ശേഖരിച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് നമ്മുടെ അടുത്ത് തന്നെ ഉള്ളൊരു വില്ലേജ്. ഭാഗ്യമുള്ളൊരു സൈഡ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഇതപ്പോൾ ഞാൻ വില്ലേജിൽ നമ്മുടെ അയൺ ഗോളം ഉണ്ടാവും. നോക്കി വെക്കാം. അയൺ ഗോളം എവിടെ? ഇത് ബ്ലാക്ക് സ്മിത്തിന് എവിടെയാണെന്ന് തോന്നുന്നു. അയൺ ഗോളം. ഇനി അയൺ ഗോളത്തിനൊക്കെ ഒന്ന് എങ്ങനെ അയൺ കളക്ട് ചെയ്യാമെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു തരാം. നിങ്ങളെല്ലാവരും കണ്ടു നിന്നോളൂ. അയൺ ഗോളത്തിന് എങ്ങനെ കൊണ്ട് അയൺ കളക്ട് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നമുക്ക് റാൻഡമായിട്ടുള്ള ഏതെങ്കിലും ബ്ലോക്ക് എടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് വുഡൊന്ന് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതെടുക്കുകയാണ്. കുറച്ച് ഡേർട്ടിൻ്റെ ബ്ലോക്ക് കളിച്ചിട്ടുണ്ട്. നമ്മൾ അയൺ കൊടുത്തിന് ഒരു അടി കൊടുക്കാം. അടി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ബ്ലോക്കിൻ്റെ മേലെ കയറി നിൽക്കാം. അന്നേരം അയൺ ഗോളം നമ്മൾ ഇടിക്കില്ല. അങ്ങനെ അയൺ ഗോളത്തിന് പറ്റൂല. അയ്യോ, അടിച്ചേർപ്പിച്ചിട്ടാണേ. ഇത് വല്ലാത്ത കഷ്ടമായിപ്പോയി ഗൈസ്. ഞാൻ ചത്തുപോയി. നമ്മളെന്തായാലും ഒന്നും കൂടി അയൺ ഗോളത്തിനെ അടിച്ച് കൊല്ലുന്നതായിരിക്കും. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ബ്ലോക്സ് വേണം ഗൈസ്. ഞാൻ ഒന്നും കൂടി അയൺ ഗോളത്തിനെ കൊല്ലാൻ ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഇപ്പോൾ എങ്ങനെ അയൺ ഗോളത്തിനെ കൊല്ലുകയാണ് അതായിരിക്കും നല്ലത്. ഫസ്റ്റ് പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് അല്ലേ. അതിൽ പ്രാക്ടീസ് ചെയ്യാം. പില്ലറപ്പ് ചെയ്തിട്ടാണ് നമ്മൾ അയൺ ഗോളത്തിനെ കൊല്ലേണ്ടത്. നമ്മുടെ ഇത് കാണുന്നില്ല. വില്ലേജ് റീസ്പോൺ പോയിൻറ്റും സെറ്റാക്കണം. അയൺകോളം എവിടെ? അയൺകോളം ഒന്നും കൂടി പോയി ചത്തിട്ട് വരികയാണ് ഗൈസ്. അയൺകോളത്തിന് നമുക്കൊന്നിനും പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ പിള്ളേർ ഇതെന്താ ഇപ്പം മാത്രം റെഡിയാവുന്നത്? അയൺകോളത്തിൻ്റെ അടുത്തെത്തുന്നേരം ഒരു കാരണവശാലും റെഡിയാവില്ല. ഇപ്പോൾ ചെയ്താൽ റെഡിയാവും. എന്ത് കഷ്ടമാണ് ഗൈസ്. എന്തായാലും വില്ലേജിൽ പോയി ഫസ്റ്റ് തന്നെ റീസ്പോൺ പോയിൻ്റ് സെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അവിടെ റീസ്പോൺ ആവുമല്ലോ. അയൺകോളം അടിച്ച് കൊന്നാലും കുഴപ്പമില്ല. നമുക്ക് ഫസ്റ്റ് തന്നെ ഏതെങ്കിലും ഒരു വില്ലേജറിൻ്റെ വീട്ടിൽ പോയി റീസ്പോൺ സെറ്റ് ചെയ്യാം. നമ്മൾ വില്ലേജറിനെ ഊറ്റി ജീവിക്കുന്നതായിരിക്കും. അയ്യോ ഇപ്പോൾ കുയിൽ വേണം ചത്തുവായതിന്. അയൺകുളത്തിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യം പോലും ഇല്ല, ഉണ്ടാവണ്ടല്ലായിരുന്നു. നമുക്ക് എന്തായാലും ഈ വീട്ടിലുള്ള വില്ലേജറിൻ്റെ ബെഡ് തന്നെ നമുക്ക് റീസ്പോൺ സെൻറ്റർ സെറ്റ് ചെയ്യാം. പാല് തുറക്കുക, അകത്ത് കയറുക, ബെഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ റീസ്പോൺ പോയിൻ്റ് എന്തായാലും സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അയൺ ഗോളത്തിനെ എങ്ങനെയാണ് കൊല്ലാൻ നോക്കാം. അയൺ ഗോളത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ അയൺ ഗോളം എവിടെ? അയൺ ഗോളത്തിൻ്റെ അടുത്ത് പോവുക. അയൺ ഗോളത്തിന് ഒരു അടി കൊടുത്തിട്ട് ഓടുക. അടിച്ച് തെറിപ്പിച്ച് ഗായ്സ് 1.5 ഹാർട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓടി അല്ലെങ്കിൽ അയൺ ഗോളം പിന്നാലെ വന്നാൽ 1.5 ഹാർട്ടും പോകും. ഓടി ഗായ്സ്, ഓടി തളരരുത് രാമൻകുട്ടി, തളരരുത്. നമുക്ക് എന്തായാലും ഇതായി ഇവിടെ പില്ലറപ്പ് ചെയ്തിട്ട് അയൺ ഗോളത്തിനെ കൊല്ലാം. ചടി. ഗായ്സ്, അപ്പം നമ്മൾ പില്ലറപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊന്നും ഹൈറ്റ് പോകേണ്ട ആവശ്യമില്ലല്ലോ. അതിൽ അടിച്ച് കൊല്ലാം. ആവശ്യമില്ലാത്ത സമയത്ത് വെറുതെ ഓരോ ബ്ലോക്ക് വരും. ഇവിടുന്ന് കൊല്ലാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് ഒരു ബ്ലോക്ക് പൊട്ടിക്കാം. ഇനി അയൺ ഗോളത്തെ കൊല്ലാം. ചാവ്. ഈ അയൺ ഗോളത്തിനെ കൊന്നാൽ നമുക്ക് അയൺ ഇങ്കട്ടൊക്കെ കിട്ടും. അയൺ ഇങ്കട്ട് വെച്ച് നമുക്ക് ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അയൺ കഷ്ടപ്പെട്ട് മൈൻ ചെയ്ത് പിന്നെ ഫർണസിൽ വെച്ച് ചൂടാക്കി അയൺ ഇങ്കട്ടാക്കാനൊന്നും പറ്റൂലെങ്കിൽ ഇതേപോലെ അയൺ ഗോളത്തിനെ കണ്ടുപിടിച്ച് കൊന്നാലും മതി. ഇത് ചാവാൻ കുറച്ച് പണിയാട്ടാ. അയൺ ഗോളം എന്താണെന്ന് പറഞ്ഞാൽ രാത്രിയുള്ള മോബ്സിനെ എല്ലാം കൊന്ന് വില്ലേജസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അയൺ ഗോളം. അയൺ ഗോളിനെ കൊടുത്ത് നമ്മൾ അയൺ കൊടുത്താൽ അതിൻ്റെ ജീവൻ കൂടും. അതായത് നമ്മൾ അയൺ ഗോളത്തിനെ കൊന്ന് നമ്മൾ അയൺ ഇങ്കട്ട് എടുത്തിരിക്കുകയാണ്. നമ്മൾ അയൺ ഇങ്കട്ട്
നമുക്ക് എന്തൊക്കെയെല്ലാം സാധനം ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ രാത്രിയാവാറായി. ഈ മോപ്സ് വന്നാൽ നമ്മളെ രക്ഷിക്കാൻ അയൺ കുളമില്ല, കാരണം അയൺ കുളത്തിനെ കൊന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കിടന്നുറങ്ങാം. ഇനി കിടന്നുറങ്ങിയിട്ട് രാവിലെ ആവാം ബാക്കിയുള്ള കലാപരിപാടികൾ. അപ്പം ഗുഡ് ബൈ. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇനി ബാക്കി ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കാൻ പോകണം. നമ്മുടെ അടുത്ത് മരമൊന്നുമില്ല. അപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമായതുകൊണ്ട് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളാണ് അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ മരം വേണം. വുഡ് നമുക്ക് കളക്ട് ചെയ്യാം. മരം എവിടെ? ഇതാ ഗൈസ് മരം. നമുക്ക് മരത്തിൽ നിന്ന് കുറച്ച് വുഡ് കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കുറച്ച് വുഡ് കളക്ട് ചെയ്തെടുക്കാം. മരം മുറിച്ചോ. അതന്നെ ഞെക്കി പിടിക്കുക. ക്രാഫ്റ്റിംഗ് ടേബിളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം. നന്നാണ്. പിന്നെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക. അപ്പം നമ്മൾ എന്തായാലും വുഡ് കളക്ട് ചെയ്യാണ്. വുഡെല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി നോക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മളെടുത്ത വുഡ് നമ്മൾ കുറച്ച് പ്ലാങ്ക്സ് ആക്കണം. പ്ലാങ്ക്സ് ആക്കാനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇങ്ങനെ ഞെക്കി കൊടുത്താൽ പ്ലാങ്ക്സ് കിട്ടും. ഇനി 4 പ്ലാങ്ക്സ് അടുപ്പിച്ച് വെച്ച് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റും. ഇതേപോലെ വെച്ചാൽ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളും കൂടി എടുത്തതിന് ശേഷം ക്രാഫ്റ്റിംഗ് ടേബിളും വെച്ച് നമുക്ക് അയൺ വെച്ചിട്ട് ഇപ്പോൾ എന്താ ഉണ്ടാക്കുക? അയൺ വെച്ച് ബക്കറ്റ് ഉണ്ടാക്കാം. ബക്കറ്റ് ഇപ്പം അത്ര വലിയ ആവശ്യമില്ല. നമുക്ക് എന്തായാലും ഒരു ഷീൽഡ് ഉണ്ടാക്കാം. ഷീൽഡ് അത്യാവശ്യമുള്ള സാധനമല്ലേ, അത് നമുക്ക് ഷീൽഡ് ഉണ്ടാക്കാം. ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഷീൽഡ് കിട്ടും. നമുക്ക് ഷീൽഡിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ രാത്രി വിടുന്ന മോബ്സും പിന്നെ വേറുള്ള ആൾക്കാരുടെ അടുത്തു നിന്നൊക്കെ വേറുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മളെ ജീവൻ രക്ഷിക്കാൻ ഷീൽഡ് സഹായിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. 7 മിനിറ്റിൻ്റെ അടുത്ത് എങ്ങാനായിപ്പം വീഡിയോ. 5 മിനിറ്റിൽ ഒതുക്കാമെന്ന് വിചാരിച്ചാണ്. എന്താ അറിയില്ല, 7 മിനിറ്റ് എല്ലാം ആയുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ്, ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ബിഗിനർ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ അതും ഇടുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ ലെറ്റ്സ് പ്ലേ പോലെയാണ് ഇട്ടത്. എൻ്റെ എപ്പിസോഡ്സ് തുറന്ന് വാങ്ങണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.